ഹലോ മക്കളെ, നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. വർഷ ആയി അല്ലേ. നമ്മൾ ഇതുവരെ എന്താണ് കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സ് ആണ് നോക്കിയിരുന്നത്. ഇന്നൊരു കുഞ്ഞൊരു കവിതയാണ് നോക്കാൻ പോകുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എല്ലാം എടുത്ത് റെഡി ആയിട്ടിരിക്കുക. ഓക്കെ നമുക്ക് നോക്കാം. വർഷ ആയി, ബാലകൃഷ്ണ ഗർഗ് എഴുതിയിട്ടുള്ള ഒരു കുഞ്ഞു കവിതയാണ് വർഷ ആയി. വർഷ എന്താണ്? മഴ അല്ലെ. മഴ ആയി, മഴ വന്നു എന്ന് പറയുന്ന ഒരു കുഞ്ഞു കവിതയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബാലകൃഷ്ണ ഗർഗ് ആണ് അത് എഴുതിയിട്ടുള്ളത്. നോക്കാം. ഓക്കെ. റിംझिम रिमझिम വർഷായി, ധർത്തി കി സബ് പ്യാസ് ബുझായി. റിംझिम റിംझिम അതെന്താ? ഒരു ചാറ്റൽ മഴയാണ്. റിംझिम എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റൽ മഴയാണ്. അപ്പൊ എന്താ? റിംझिम റിംझिम വർഷായ, ചാറ്റൽ മഴ അല്ലെങ്കിൽ എന്താ തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ മഴ വന്നു എന്ന് പറയാണ്. അപ്പൊ എന്താ? റിംझिम റിംझिम വർഷായി, തുള്ളി തുള്ളി ഇങ്ങനെ മഴ ഇങ്ങനെ വന്നു എന്ന് പറയാണ്. ധർത്തി കി സബ് പ്യാസ് ബുझായി. ധർത്തി എന്താണ്? ധർത്തി എർത്താണ് ധർത്തി എന്ന് പറഞ്ഞു, ഭൂമിയാണ്. അപ്പൊ എന്താ? ധർത്തി കി സബ് പ്യാസ് ബുझായി. ധർത്തി ഭൂമിയുടെ എല്ലാ തരത്തിലുള്ള പ്യാസ് ബുझായി. എന്താ പ്യാസ്? എന്താ? ദാഹം. എല്ലാ തരത്തിലുള്ള ദാഹം ബുझായി, ശമിപ്പിച്ച് അല്ലെങ്കിൽ മാറ്റി അല്ലെങ്കിൽ അകറ്റി. എന്താ? മഴ പെയ്തപ്പോ എന്താ? നമ്മുടെ ഭൂമിയുടെ എല്ലാ തരത്തിലുള്ള ദാഹം, വറ്റി വരേണ്ട ഭൂമിയായിരിക്കണം അല്ലെ. അപ്പൊ എന്താ? എല്ലാ തരത്തിലുള്ള ദാഹവും മാറ്റി എന്ന് പറയാണ്. മഴ പെയ്യുമ്പോ അങ്ങനെയല്ലേ, ഡ്രൈ ആയിട്ടുള്ള ലാൻഡ് എല്ലാം എന്താവും? വെള്ളം എല്ലാം നിറഞ്ഞ് കുറച്ചൊന്ന് വെറ്റായി, അത് കുറച്ചും കൂടി എന്താണ് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും അല്ലെ. അപ്പൊ അതെന്താ? കവിയും അത് തന്നെയാണ് പറയുന്നത്. എന്താ? റിംझिम റിംझिम വർഷായി, ധർത്തി കി സബ് പ്യാസ് ബുझായ. മഴ തുള്ളി തുള്ളി മഴ പെയ്തിട്ട് ധർത്തി ഭൂമിയുടെ എല്ലാ തരത്തിലുള്ള ദാഹവും അകറ്റി അല്ലെങ്കിൽ എന്താ ശമിപ്പിച്ചു എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വരികൾ നോക്കാം. ശ്യാം ഘട്ടായെ ഗുമഡ് രഹി ഹെ, നദി നാലിയാം ഉമഡ് രഹി ഹെ. എന്താണ്? ശ്യാം ഘട്ടായെ. ശ്യാം എന്താ? ശ്യാം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് എന്ന അർത്ഥം വരാം. ശ്യാം ബ്ലാക്ക് കളറാണ്. അപ്പൊ എന്താ? ശ്യാം ഘട്ടായെ ഗുമഡ് രഹി ഹെ, നദി നാലിയാം ഉമഡ് രഹി ഹെ. ശ്യാം ഘട്ടായ, കറുത്ത എന്താ? ഘട്ടായം. ഘട്ടായം എന്ന് പറഞ്ഞാൽ എന്താ? ക്ലൗഡ്സ് ആണ് അല്ലെ. ഘട്ടായം കറുത്ത മേഘങ്ങൾ. ഗുമഡ് രഹി ഹെ എന്താ? ഇങ്ങനെ ഗുമഡ് രഹ എന്താ? ഉരുണ്ടുകൂടാ. ഗുമഡ് രഹന ഉരുണ്ടുകൂടാ. അപ്പൊ എന്താ? കറുത്ത മേഘങ്ങളെല്ലാം അല്ലെങ്കിൽ എന്താ? കാർമേഘങ്ങളെല്ലാം ഉരുണ്ടുകൂടിയിരിക്കുകയാണ്. അതിനർത്ഥം എന്താ? മഴ ഇങ്ങനെ പെയ്യാൻ പോവാണ്. നമ്മള് എന്താ അമ്മയെല്ലാം പറയല്ലേ, കാർമേഘം എല്ലാം വരണേണ്ട് തുണിയെല്ലാം എടുത്ത് വെക്കണം അല്ലെ. അതുപോലെ എന്താണ്? കാർമേഘം എല്ലാം എന്താ? ഉരുണ്ട് കൂടി ഗുമഡ് രഹി ഹെ. ശ്യാം ഘട്ടായെ ഗുമഡ് രഹി ഹെ, നദി നാലിയാം ഉമഡ് രഹി ഹെ. നദി നമുക്കറിയാം, നദി എന്താ? റിവർ ആണ്, നദിയാണ്. നാലിയാം ഉമഡ് രഹി ഹെ. നാലിയാം എന്തെങ്കിലും കാനകളില്ലേ അല്ലെങ്കിൽ ചാലുകളില്ലേ, ചെറിയ ചെറിയ വെള്ളത്തിന് കുഞ്ഞു കുഞ്ഞു തോടുകളില്ലേ, അതാണ് നാലിയാം എന്ന് പറഞ്ഞ തോടുകള് അല്ലെങ്കിൽ ചാലുകൾ, അതാണ് നാലിയാം എന്ന് പറഞ്ഞെങ്കിൽ. അപ്പൊ എന്താ? നദി നാലിയാം ഉമഡ് രഹി ഹെ. നദി നാലിയം എല്ലാം എന്താ? നദിയും ഈ കനാലുകളും എല്ലാം എന്താ? ഉമഡ് രഹി ഹെ, ഓവർഫ്ലോ ചെയ്യുക അല്ലെങ്കിൽ എന്താ? നിറഞ്ഞ് കവിഞ്ഞിങ്ങനെ ഒഴുകുകയാണ്. മഴ പെയ്യുമ്പോൾ നമുക്ക് അറിയാലേ, റോഡായാലും തോടായാലും ഒക്കെ എന്താ? നിറഞ്ഞിങ്ങനെ കവിഞ്ഞ് ഒഴുകും അല്ലെ. അപ്പൊ എന്താ? ശ്യാം ഘട്ടായെ ഗുമഡ് രഹി ഹെ. മഴ പെയ്യുമ്പോൾ ഒരു അവസ്ഥയാണ് അല്ലെ. അപ്പൊ എന്താ? കാർമേഘങ്ങളെല്ലാം ഉരുണ്ടുകൂടും. ഗുമഡ് രഹി ഹെ. പിന്നെന്താ? നദി നാലിയാം ഉമഡ് രഹി ഹെ. എന്താ? നദിയും കനാലുകളെല്ലാം എന്താ? ഉമഡ് രഹി ഹെ, അതിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകും. അപ്പൊ എന്താ? കവി രണ്ട് വരികളായിട്ടല്ലേ, രണ്ട് വരികൾ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ? കാർമേഘങ്ങളെല്ലാം വരും, നദി നാലിയാം എല്ലാം എന്താ? നിറഞ്ഞ് ഒഴുകും. അതാണ് ഈ രണ്ട് വരിയിൽ പറയുന്നത്. അപ്പൊ അടുത്ത വരികൾ നോക്കാം. ഭരേ ഹുയേ ഹെ താൽ തലയ്യ ബൂന്തേ കർത്തി താത്താ ധയ്യ. ഭരേ ഹുയേ ഹെ. ഭരേ എന്താ? നിറഞ്ഞിരിക്കുകയാണ്. ഭരേ ഭരണ അല്ലെങ്കിൽ നിറയ, അതാണ് അർത്ഥം വരിക. ഭരേ ഹുയേ ഹെ താൽ തലയ്യ. ഭരേ ഹുയേ ഹെ നിറഞ്ഞിരിക്കുന്നു. താൽ തലയ്യ. താൽ എന്ന് പറഞ്ഞാൽ പോണ്ടാണ്. പോണ്ട് അല്ലെങ്കിൽ എന്താ? കുളങ്ങളാണ്. അപ്പൊ എന്താ? കുളങ്ങളും കുഞ്ഞു കുളങ്ങൾ ഉണ്ടാവും, വലിയ കുളങ്ങൾ ഉണ്ടാവും അല്ലെ. അല്ലെങ്കിൽ എന്താ? കുഞ്ഞു കുഞ്ഞു തടാകങ്ങളെല്ലാം ഉണ്ടാവും. അതെന്താ? ഭരേ ഹുയേ ഹെ. അതെല്ലാം എന്താ? ഭരേ ഹുയേ ഹെ, നിറഞ്ഞിരിക്കുകയാണ്. മഴ പെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞല്ലേ, നദി നാലിയം എല്ലാം എന്താ? ഉമഡ് രഹി ഹെ, നിറഞ്ഞു കവിഞ്ഞ് ഒഴുകും. അതുപോലെ തന്നെ എന്താണ്? ഈ താൽ തലയ്യാം എന്ത് ചെയ്യും? നിറഞ്ഞു കവിഞ്ഞ് ഒഴുക തന്നെ ചെയ്യും. അപ്പൊ എന്താ? ഭരേ ഹുയേ ഹെ. അപ്പൊ എന്താ? കുളങ്ങളെല്ലാം നിറഞ്ഞിരിക്കുകയാണ് അല്ലെ. അപ്പൊ എല്ലാം ഹാപ്പിയാണ്. നേച്ചർ എന്താ? ഭയങ്കര ഹാപ്പിയാ അല്ലെ. ആ കാര്യമാണ് നമ്മുടെ കവി നമ്മളോട് പറയുന്നത് അല്ലെ. അപ്പൊ മഴ പെയ്യുമ്പോൾ എല്ലാവരും ഹാപ്പി ആവും അല്ലെ. അവിടെയുള്ള ചെടികളും ആനിമൽസ് എല്ലാം ഹാപ്പി ആവും അല്ലെ. അത് തന്നെയാണ് നമ്മുടെ കവിതയിലും പറയുന്നത്. അപ്പൊ നോക്കിയേ, ഭരേ ഹുയേ ഹേ താൽ തലയ്യ, കുളങ്ങളെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. ബൂന്ത് കരുത്തി
താ താ ധയ്യ. അപ്പൊ എന്താ ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ ആ ഒരു താളത്തിൽ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. താ താ ധയ്യ ഒരു താളാണ്. അപ്പൊ എന്താ ആ ഒരു താളത്തിൽ ഇങ്ങനെ ബൂന്തേം, ബൂന്തേം എന്താണ്, ബൂന്തേം തുള്ളികൾ, ബൂന്തേം എന്താ ഇങ്ങനെ മഴത്തുള്ളികൾ ഇങ്ങനെ ആ ഒരു താളത്തിൽ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് പറയുന്നത്. അപ്പൊ മഴയുടെ ഭംഗി ശരിക്കും എന്താണ് കവി നമ്മളോട് പറഞ്ഞായിരുന്നു അല്ലെ? കുഞ്ഞുമക്കൾ എല്ലാവരും എന്ത് ചെയ്യണം? മഴയുടെ ഭംഗി ആസ്വദിക്കുന്നത് ഈ വരികളിലൂടെ അല്ലെങ്കിൽ കവി പറയുന്നതിലൂടെ മനസ്സിലാക്കി എടുക്കണം. ഓക്കെ, അപ്പൊ നോക്കിയേ, ഭരേ ഹുയേ ഹേ താൽ തലയ്യ ബൂന്തേം കർത്തി താ താ ധയ്യ. അപ്പൊ എന്താ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് എന്താണ് ഈ കുളങ്ങളെല്ലാം ബൂന്തേം കർത്തി താ താ ധയ്യ. അപ്പൊ എന്താ തുള്ളികളെല്ലാം ഇങ്ങനെ ഒരു താളത്തിൽ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ രണ്ട് വരിയിലും പറയുന്നത്. അടുത്ത വരി നോക്കാം. ഓക്കെ, മേണ്ടക് ടർട്ടർ താൽ ലഗാത്തെ ഝീങ്കൂർ ഝൻझൻ ഝാജ് ബജാത്തെ. അപ്പൊ എന്താ മേണ്ടക്, ദേ ഇവൻ നോക്കിക്കേ, ഇവനാണ് മേണ്ടക്. ആരാണ്? ആ തവളയാണ് അല്ലെ? അപ്പൊ എന്താ മേണ്ടക് ടർട്ടർ താൽ ലഗാത്തെ, മേണ്ടക്കിന്റെ ശബ്ദമില്ലേ, തവളയുടെ ശബ്ദമില്ലേ ഇങ്ങനെ ടർട്ടർ, അതാണ് പറയുന്നത്. അപ്പൊ എന്താ താൽ ലഗാത്തെ. അപ്പൊ എന്താ ഈ മഴയോടൊപ്പം മഴയുടെ താളത്തിനൊപ്പം ആരുണ്ട്? നമ്മുടെ തവളക്കുട്ടനുണ്ട് അല്ലെ? അപ്പൊ അവനും എന്താണ് ടർട്ടർ താൽ ലഗാത്തെ, അവനും എന്താണ് അതിനോടൊപ്പം ടർട്ടർ എന്ന് സൗണ്ട് ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ താളം ഉണ്ടാക്കുകയാണ്. അതാണ് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഝീങ്കൂർ ഝൻझൻ ഝാജ് ബജാത്തെ. എന്താണ് ഝീങ്കൂർ? ഝീങ്കൂർ നമ്മുടെ എന്താ ഈ പാറ്റയല്ല, ശരിക്കും പറയാം നമ്മുടെ ഈ ചീവീടില്ലേ, ക്രിക്കറ്റ് ചീവീട്, ചീവീടാണ്. അപ്പൊ എന്താ ഈ ചീവീടിന്റെ സൗണ്ട് ഇല്ലേ, അത് മഴ പെയ്യുമ്പോ അല്ലെങ്കിൽ സന്ധ്യാസമയമാകുമ്പോ അതെല്ലാം ഈ പ്രകൃതിയിലുള്ള കുഞ്ഞു കുഞ്ഞു എന്താ ജീവികളെല്ലാം എന്താ ഈ മഴ വരുമ്പോ ഹാപ്പിനെസ് പ്രകടിപ്പിക്കുന്ന രീതിയാണ് ഇവിടെ പറയുന്നത് അല്ലെ? ഇപ്പൊ മേണ്ടക്ക് എന്തുണ്ടാക്കും? ടെറട്ടർ എന്ന ശബ്ദം ഉണ്ടാക്കും. ചീങ്കൂർ എന്ത് ശബ്ദം ഉണ്ടാക്കും? ഝൻझൻ എന്ന ശബ്ദം ഉണ്ടാക്കും. അപ്പൊ എല്ലാവരും പാട്ടൊക്കെ പാടി മ്യൂസിക് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഝീങ്കൂർ ഝൻझൻ ഝാജ് ബജാത്തെ. ഝാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ ഇലത്താളം ഇല്ല, ഇങ്ങനെ ആ ഇലത്താളം കൊട്ടുന്ന പോലെ എല്ലാവരും എന്താ ഒരു മേളം അല്ലെങ്കിൽ ആഘോഷമാക്കി മാറ്റുകയാണ് മഴേനെ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്താ മേണ്ടക് ടർട്ടർ താൽ ലഗാത്തെ ഝീങ്കൂർ ഝൻझൻ ഝാജ് ബജാത്തെ. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ടർട്ടർ എന്നും മേണ്ടക് ടർട്ടർ എന്നും ഝീങ്കൂർ ഝൻझൻ എന്നെല്ലാം ഇങ്ങനെ പാടുകയാണ് അല്ലെങ്കിൽ എന്താ ഇലത്താളം പോലെ ഇങ്ങനെ കൊട്ടുകയാണ്. അവരെല്ലാം എന്താ ഇങ്ങനെ മഴേനെ സ്വീകരിക്കുകയാണ്, വരവേൽക്കുകയാണ്. ഓക്കെ, അതാണ് ഈ രണ്ട് വരിയിലും പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് നോക്കാം. പപീഹ പീപി ഗീത് സുനാത്ത മോർ മകൻ ഹോ നാച്ച് ദിഖാത്ത. പപീഹ, പപീഹ എന്ന് പറഞ്ഞാൽ ഈ കുയില്. ഓക്കെ, കുയിലാണ് പപീഹ എന്ന് പറഞ്ഞത്. അപ്പൊ എന്താ പപീഹ പി പി ഗീത് സുനാത്ത. പപീഹ എന്താണ് ആളും പാടുന്നുണ്ട് അല്ലെ? പി പി എന്ന് പറഞ്ഞ അദ്ദേഹം എന്താണ് ആ കുഞ്ഞ് ആ കിളി അല്ലെങ്കിൽ കുഞ്ഞു കുയിൽ എന്താണ് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. പി പി എന്ന് പറഞ്ഞ് ഗീത് സുനാത്ത, ഗീത് എന്ന് പറഞ്ഞ പാട്ട്, സുനാത്ത കേൾപ്പിക്കുക. അപ്പൊ എന്താ പപീഹയും പി പി എന്ന് പറഞ്ഞ് ഗീത് കേൾപ്പിക്കുകയാണ് അല്ലെങ്കിൽ എന്താ പാട്ട് കേൾപ്പിക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നോക്കിക്കേ, മോർ മകൻ ഹോ നാച്ച് ദിഖാത്ത. പപീഹ പാട്ട് പാടി കേൾപ്പിക്കുമ്പോ അല്ലെങ്കിൽ പാട്ട് പാടി നമ്മളെല്ലാവരെയും കേൾപ്പിക്കുമ്പോ മോർ മകൻ ഹോ നാച്ച് ദിഖാത്ത. മോർ, ആരാ മോറ്? മയിലാണ് അല്ലെ, പീക്കോക്ക് ആണ് അല്ലെ? അപ്പൊ പീക്കോക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മകൻ ഹോ നാച്ച് ദിഖാത്ത, മകൻ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട്, മകൻ എന്ന് പറഞ്ഞാൽ ഹാപ്പി, മോർ അല്ലെങ്കിൽ എന്താ പീക്കോക്ക് എന്താ വളരെ ഹാപ്പി ആയിട്ട് നാച്ച് ദിഖാത്ത ഡാൻസ് കളിച്ച് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് ബേർഡ്സ് എന്തൊക്കെ ചെയ്യുന്നേ? പപീഹ ഗീത സുനാത്ത പാട്ട് കേൾപ്പിക്കുന്നുണ്ട്. മോർ അല്ലെങ്കിൽ പീക്കോക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നാച്ച് ദിഖാത്ത ഡാൻസും കാണിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അല്ലെ, നേച്ചർ എല്ലാം വളരെ ഹാപ്പിയാണ്. എല്ലാവരും മഴയിൽ ഇങ്ങനെ സ്വീകരിക്കുകയാണ് അല്ലെങ്കിൽ മഴ വന്നതിന്റെ ഹാപ്പിനെസ് നമ്മൾ എല്ലാവരെയും എന്താ പങ്കിടുകയാണ്. അതാണ് ചെയ്യുന്നത്. അപ്പൊ നോക്കാം, അടുത്ത വരി നോക്കാം. ലാസ്റ്റ് രണ്ട് വരിയാണ്ട് നോക്കിക്കേ. യഹ് സംഗീത് ബടാ സുഖദായി റിംജിം റിംജിം വർഷായി. അപ്പൊ എന്താ പറയുന്നേ? യഹ് സംഗീത്, ഈ സംഗീതം, ഈ മ്യൂസിക് എല്ലാവരും സൗണ്ട് ഉണ്ടാക്കുന്നില്ലേ? നമ്മുടെ കാലേ ഘട്ടായം ആയിക്കോട്ടെ, ശ്യാം ഘട്ടായം ആയിക്കോട്ടെ, മേണ്ടക്ക് ആയിക്കോട്ടെ, ഝീങ്കൂർ ആയിക്കോട്ടെ, മോർ ഡാൻസ് കളിക്കുന്ന ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ എല്ലാവരും ഒരുമിച്ച് എന്താണ് ഒരു മേളം അല്ലെങ്കിൽ എന്താണ് ഒരു മ്യൂസിക് അല്ലെങ്കിൽ എന്താ ഒരു ഹാപ്പിനെസിന്റെ ഒരു പാട്ട് തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അല്ലെ? അപ്പൊ എന്താ പറയുന്നത്? യഹ് സംഗീത്, ഇത് ഈ ഒരു മ്യൂസിക് ബടാ സുഖദായി ഹെ, വളരെ
സുഖദായി, വളരെ റിലീഫാണ്, അല്ലെങ്കിൽ വളരെ ഹാപ്പിനെസ് തരാണ്. അപ്പൊ എന്താ മഴയുടെ ഈ താളവും ഈ മൃഗങ്ങളുടെ ഈ പാട്ടുകളും ഈ ശബ്ദങ്ങളും എല്ലാം എന്താ വളരെ സുഖദായി, സുഖദായി വളരെ ഹാപ്പിനെസ്, അല്ലെങ്കിൽ എന്താ ഒരു സുഖം, അല്ലെങ്കിൽ എന്താ ഒരു സമാധാനം തരുന്നുണ്ട് എല്ലാവർക്കും എന്ന് പറയാണ്. അപ്പൊ എന്താ യഹ് സംഗീത് ബഡാ സുഖദായി ഹെ റിംझിം റിംझിം വർഷായി. അപ്പൊ എന്താ ഈ തുള്ളി തുള്ളി ഇങ്ങനെ മഴ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ കവിതയിൽ നമ്മുടെ കവി നമ്മളോട് പറയുന്നത്. വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താ മഴ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സീസൺ ആണ് മഴക്കാലം. അപ്പൊ എന്താ മഴേന്റെ ആ ഭംഗിയോടൊപ്പം ഈ പ്രകൃതി എങ്ങനെയാണ് മഴേനെ വരവേൽക്കുന്നത്, എന്തൊക്കെ പാട്ടൊക്കെയാണ് പാടുന്നത്, ആരൊക്കെയാണ് പാട്ട് പാടുന്നത്, ആരൊക്കെയാണ് ഡാൻസ് കളിക്കുന്നത്, ആരൊക്കെയാണ് ഇലത്താളം കൊട്ടുന്നത്, അതെല്ലാമാണ് ഈ ഒരു കവിതയിൽ കവി നമ്മളോട് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് തന്നെ കവിത വായിച്ചു നോക്കുക, കൃത്യമായിട്ട് എന്താ മനസ്സിലാക്കുക. വളരെ സിമ്പിൾ ഒരു കുഞ്ഞു കവിതയാ. അപ്പൊ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് വായിച്ചു നോക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനോടൊപ്പം നമ്മുടെ ഇതിന്റെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസും കൂടെ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ആക്ടിവിറ്റീസ് നോക്കാം. അതിന് മുന്നേ മിസ് ഒന്നും കൂടി സമ്മപ്പ് ചെയ്ത് പറയാം. എന്താണ് റിംझിം, അല്ലെങ്കിൽ എന്താ മഴത്തുള്ളി, അല്ലെങ്കിൽ എന്താ വർഷ ആയി, മഴ പെയ്യുന്നതിനെ പറ്റിയാണ് നമ്മളുടെ കവിത. ആരൊക്കെയാണ് മഴയെ സ്വീകരിക്കുന്നത്, ആരൊക്കെയാണ് മഴ കാണുമ്പോൾ ആസ്വദിക്കുന്നത്, പ്രകൃതി എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യുന്നത്, അതെല്ലാമാണ് നമ്മളുടെ കവിത നമ്മളോട് പറയുന്നത്. അപ്പോൾ കവി നമ്മളോട് പറയുന്നത്. അപ്പൊ നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ഓക്കെ, ഉചിത സന്ദേശ് ജോടെ പോസ്റ്റർ की पूर्ति करे. കൃത്യമായിട്ടുള്ള സന്ദേശം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് എഴുതുക. അല്ലെങ്കിൽ ഈ പിക്ചർ കാണുമ്പോൾ എന്താ മനസ്സിലാവുക, നമുക്കറിയാം ട്രീ ആണ്, ഒരു മരമാണ്. മരം ആവുമ്പോൾ എന്തായിരിക്കും, ഈ 3 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വായിച്ചു നോക്കാം. പേട് ലഗായെ ഹരിയാലി ഫൈലായെ, മരം നടു പച്ചപ്പിനെ എന്താ ഫൈലായെ എന്താ പരത്തു എന്ന് പറയാണ്, അല്ലെങ്കിൽ എന്താ അതിനെ പടർത്തു എന്ന് പറയാണ്. പാനി അമൂല്യ, രണ്ടാമത്താണ് പാനി അമൂല്യ, എന്താ വെള്ളം അമൂല്യമാണ്, ജലം അമൂല്യമാണ്. മൂന്നാമത് നോക്കാം, ജൽ ജീവൻ കാ ആധാർ ഹെ. ജൽ അല്ലെങ്കിൽ എന്താണ് വെള്ളം ജീവന്റെ ആധാരമാണ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ അടിസ്ഥാനമാണെന്ന് പറയാണ്. അപ്പൊ ഈ മരം തന്നിട്ട് ഇതിൽ ഏത് എഴുതണം എന്ന് പറയുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു നോക്കണം. എക്സാമിന് ഇങ്ങനെയെല്ലാം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്ത് ചെയ്യണം, നിങ്ങൾ എന്തായാലും പോസ്റ്റർ മേക്കിംഗ് എന്തായാലും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, പേട് ലഗായെ ഹരിയാലി ഫൈലായി എഴുതുമോ, പാനി അമൂല്യ എഴുതുമോ, അല്ലെങ്കിൽ ജൽ ജീവൻ കാ ആധാർ ഹെ ഏത് എഴുതും, മരം ആണ്. അപ്പൊ മരത്തിന് എന്താ ഹിന്ദി പറയാന്ന് എല്ലാവർക്കും അറിയാം, എന്താണ് പേട്. അപ്പൊ നമുക്ക് എന്താ അറിയാം, ആദ്യത്തെ തന്നെയാണ് ഇതിന് എഴുതേണ്ടതെന്ന് നമുക്കറിയാം. അപ്പൊ എന്ത് എഴുതാം, പേട് ലഗായെ എന്താ ഹരിയാലി ഫൈലായ. അപ്പൊ എന്ത് എഴുതാം, പേട് ലഗായെ ഹരിയാലി ഹരിയാലി ഫൈലായെ. അത് നിങ്ങൾ കൃത്യമായിട്ട് അത് എഴുതിയാൽ മതിയാവും. അപ്പൊ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പോസ്റ്റേഴ്സ് എല്ലാം തയ്യാറാക്കുമ്പോൾ എന്ത് ചെയ്യണം, എഴുത്ത് മാത്രം മതിയോ, അല്ല ഇതുപോലെ നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് കുഞ്ഞു കുഞ്ഞു പിക്ചേഴ്സ് ഒക്കെ വരച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാർജിൻ എല്ലാം കൊടുത്ത്, അല്ലെ ബോക്സ് എല്ലാം കൊടുത്ത് കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ എന്താക്കും, അതിന്റെ മാർക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നോക്കാം അടുത്ത ആക്ടിവിറ്റി എന്താ നോക്കാം. ആവാസ് പഹചാനെ ഓർ ലിഖേ. ആവാസ് എന്താണ്, ശബ്ദം. ആവാസ് എന്താ, സൗണ്ട് അല്ലെങ്കിൽ ശബ്ദമാണ്. അപ്പൊ എന്താ സൗണ്ട് പെഹച്ചാനെ മനസ്സിലാക്കുക, ഓർ ലിഖേ എന്നിട്ട് എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം, ഇതിന്റെ എല്ലാം നമ്മൾ പാഠഭാഗം കൃത്യമായിട്ട് വായിച്ച് നോക്കിയതാണ്. അപ്പൊ എന്ത് ചെയ്യണം, ഇതിന്റെ എല്ലാം സൗണ്ട് എന്താണ് കൊടുക്കുന്നതെന്ന് കൃത്യമായിട്ട് അതിന്റെ നേരെ എഴുതി പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കാം, ഛന് ഛൻ ഉണ്ട്, ടർട്ടർ ഉണ്ട്, റിംझിം ഉണ്ട്. അപ്പൊ എന്താ ഛന് ഛൻ ആരായിരിക്കും ശബ്ദം ഉണ്ടാക്കിയിരിക്കുക, അല്ലെങ്കിൽ ടർട്ടർ ആരായിരിക്കും ഉണ്ടാക്കിയിരിക്കുക, അല്ലെങ്കിൽ എന്താ റിംझിം ആരായിരിക്കും നമുക്കറിയാം അല്ലെ. റിംझിം ആരാണ്, മഴയാണ്. അപ്പൊ എന്താ റിംझിം മഴയുടെ നേരെ എഴുതണം കേട്ടോ. അപ്പൊ റിംझിം കൃത്യമായിട്ട് എഴുതി പഠിക്കണം കേട്ടോ. അതായത് നിങ്ങൾ ഇത് എഴുതിയില്ലാന്നുണ്ടെങ്കിൽ എന്താക്കും, നിങ്ങൾക്ക് അതിനോടുള്ള വാക്കുകളോടുള്ള ആ ഒരു അടുപ്പം കുറയും. അതുകൊണ്ടാണ് നിങ്ങൾ എഴുതി തന്നെ പഠിക്കാൻ പറഞ്ഞത്. അപ്പൊ എന്താ റിംझിം എന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. റിംझിം. ഓക്കെ, അപ്പൊ നമ്മൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ ഉള്ളത്, ഛനും ഉണ്ട്, ടർട്ടർ ഉണ്ട്. റിംझിം നമ്മൾ ഇവിടെയാണ് വരിക. പക്ഷെ എന്തുണ്ട്, ഛനും ഉണ്ട്, ടർട്ടറും ഉണ്ട്. ഛൻ ആരായിരിക്കും, ഛന് മോര് നാച്ച് ദിക്കായെ കോനെ മോര്. അപ്പൊ എന്താണ്, മയിലാണ്. എന്ത് കളിക്കുക, അപ്പൊ എന്താ ഛൻ മോറായിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ ഛൻ എഴുതണം കേട്ടോ. ഛൻ. പിന്നെ ആരാ ബാക്കിയുള്ളത്, ടർട്ടർ ആണ്. ടർട്ടർ ആരുടെ സൗണ്ടാണ്, അത് നമുക്കറിയാം അല്ലെ, മേണ്ടക്കിന്റെ സൗണ്ടാണ്. അപ്പൊ എന്താ മേണ്ടക്കിന് നേരെ ടർട്ടർ എന്ന് നിങ്ങൾ എഴുതുക കേട്ടോ.
അപ്പൊ എന്താണ് ഓരോന്നിന്റെയും സൗണ്ട് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? പാഠഭാഗം നല്ലപോലെ തന്നെ വായിച്ചു നോക്കണം അല്ലെ? അപ്പൊ നല്ലപോലെ തന്നെ വായിച്ചു നോക്കിയാലാണ് ഇയാൾ എന്തായിരിക്കും സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇയാൾ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക മനസ്സിലാവണ്ടേ? അപ്പൊ എന്താക്കണം? കൃത്യമായിട്ട് തന്നെ വായിച്ചു നോക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ആക്ടിവിറ്റി കഴിഞ്ഞു. അപ്പൊ ഓരോ ആക്ടിവിറ്റി നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക, ഓരോ വാക്കുകളും എഴുതി തന്നെ പഠിക്കുക, അല്ലാതെ വായിച്ച് പഠിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പൊ എന്താക്കണം? എഴുതി തന്നെ പഠിക്കുക. അടുത്ത ആക്ടിവിറ്റി നോക്കാം. ओके सही मिलान करे और लिखे. സഹി മിലാൻ ഇതെന്താ? സഹി മിലാൻ മാച്ച് ദി ഫോളോയിങ് ആണ്. സഹി മിലാൻ മാച്ച് ദി ഫോളോയിങ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? സഹി മിലാൻ കരെ ഓർ ലിഖെ, ശരിയായിട്ടുള്ള ക്രമത്തില് എന്ത് ചെയ്യണം? അത് എഴുതണം, അല്ലെങ്കിൽ എന്താ മാച്ച് ചെയ്തിട്ട് എഴുതണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താ? റിംജിം തന്നിട്ടുണ്ട് ഫസ്റ്റ് ബോക്സില്, ധർത്തിക്ക് തന്നിട്ടുണ്ട്, ശ്യാം ഘട്ടായ തന്നിട്ടുണ്ട്, നദി നാലിയം തന്നിട്ടുണ്ട്, താൽ തലായിയും തന്നിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഒരു സൈഡിലുണ്ട്. പക്ഷെ അപ്പുറത്തെ സൈഡ് എന്താ നോക്കൂ. ഗുമഡ് രഹി ഹെ, ബരേ ഹുയേ ഹെ, വർഷ ആയി, പ്യാസ് ബുജായി, ഉമഡ് രഹി ഹെ. ഇതെല്ലാം എന്തായിട്ടായിരിക്കും മാച്ച് ചെയ്യേണ്ടത്? റിംജിം കോനായി, റിംജിം വർഷ ആയി അല്ലെ? തുടങ്ങുന്ന തന്നെ അങ്ങനെയാണ് അല്ലെ? അപ്പൊ നമ്മുടെ വർഷ ആയി എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ആ ഒരു പോയം തുടങ്ങുന്ന തന്നെ എങ്ങനെയാണ്? റിംജിം വർഷ ആയി. അപ്പൊ എന്താ? തുള്ളി തുള്ളി മഴ വന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എന്താ? ധർത്തിക്ക്. അടുത്ത് നോക്കാം. ധർത്തിക്ക് എന്താണ്? മഴ വന്നപ്പോ എന്താണ് ധർത്തി അല്ലെ ഭൂമിയിൽ എന്ത് ചെയ്തു? എല്ലാവരും ദാഹം മാറ്റി എന്ന് പറഞ്ഞല്ലേ? അപ്പൊ എന്താണ്? ധർത്തിക്ക് പ്യാസ് ബുജായി. എന്താണ്? ധർത്തി എന്താണ്? മണ്ണിന്റെ അല്ലെങ്കിൽ എന്താണ്? ഭൂമിയുടെ ദാഹം മാറ്റി, പ്യാസ് ബുജായി എന്നാണ് വരിക. ഓക്കെ, അടുത്ത് നോക്കാം. ശ്യാം ഘട്ടായ. ശ്യാം മിസ് പറഞ്ഞിരുന്നു, ശ്യാം എന്താണ് മീനിങ് വരിക? ബ്ലാക്ക് ആണ് അല്ലെ? അപ്പൊ എന്താ? ശ്യാം ഘട്ടായ കാർമേഘങ്ങള് എന്ത് ചെയ്തു? ഉരുണ്ട് കൂടി എന്ന് പറയല്ലേ? അപ്പൊ എന്താ? ഗുമഡ് രഹി ഹെ. ശ്യാം ഘട്ടായ ഘുമഡ് രഹി ഹെ എന്നാണ് വരിക. അപ്പൊ ഉരുണ്ട് കൂടി എന്നാ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ബാക്കി എന്താ? രണ്ടെണ്ണം ഉള്ളത്. നദി നാലിയം. നദി എന്താണ്? റിവർ ആണ്. നാലിയം എന്താണ്? തോടുകളാണ്, കനാലുകളാണ്. അപ്പൊ എന്താണ്? നദി നാലിയം എന്ത് ചെയ്തു അവര്? നദി നാലിയം എന്ത് ചെയ്തു? ഉമഡ് രഹി ഹെ, അത് നിറഞ്ഞ് കവിഞ്ഞൊഴുകാണ്. ഉമഡ് രഹി ഹെ, നിറഞ്ഞ് കവിഞ്ഞൊഴുകാണ്. അതാണുള്ളത്. പിന്നെ ബാക്കി എന്താ ഉള്ളത്? താൽ തലയ്യ എന്താ പറഞ്ഞ? കുളങ്ങളാണ് അല്ലെ? കുളങ്ങൾ, കുഞ്ഞു കുളങ്ങളും എല്ലാമാണ് താൽ തലയാം. അതെന്ത് ചെയ്തു? നിറഞ്ഞു എന്നാ പറഞ്ഞിട്ടുള്ളത്. നിറഞ്ഞു. ബരേ ഹുയേ ഹെ, അതും ഇവിടെ ഉണ്ടല്ലോ. എന്താ? ബരേ ഹുയേ ഹെ. ഇതെല്ലാമാണ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ എന്താ? നിങ്ങൾ പാഠഭാഗം നല്ലപോലെ തന്നെ വായിച്ച് നോക്കി, വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതുപോലൊരു എന്താ സഹി മിലാൻ കരെ എന്നൊരു ആക്ടിവിറ്റി തരുന്ന തെറ്റൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പൊ എന്താണ്? ഇത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ മാർക്ക് ആർക്ക് സ്കോർ ചെയ്യാം? നമുക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റും കൃത്യമായിട്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ആക്ടിവിറ്റി കൂടി നോക്കാം. ഓക്കെ, ലാസ്റ്റ് ആക്ടിവിറ്റി ആണ് നമ്മുടെ ചാപ്റ്ററിൽ ലാസ്റ്റ് ആക്ടിവിറ്റി ആണ്. ഓക്കെ, നോക്കാം. നോക്കിക്കേ. ഈ പിക്ചർ വന്നിട്ട് എന്ത് ചെയ്യാൻ? ഇതിന്റെ എല്ലാം നമ്പേഴ്സ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് എത്ര നമ്പേഴ്സ് ആണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് 10 വരെയുള്ള നമ്പേഴ്സ് എന്ത് ചെയ്യണം മക്കള്? പഠിച്ചിരിക്കണം. അപ്പൊ ഒന്നിന് എന്താ പറയാ? ഒന്നിന് നമ്മൾ എന്താ പറയാ? എല്ലാവർക്കും അറിയാം അല്ലെ? ഒന്നിന് എന്താ പറയാ? ഏക് എന്നാണ് പറയാ. അപ്പൊ എന്താ? 1 ഏക്, 2 ദോ, 3 3 4 4 5 5 6 ചഹ് അല്ലെങ്കിൽ ഛ എന്നും പറയും. ഇങ്ങനെയും എഴുതാം, ഇങ്ങനെയും എഴുതാം. ഛ രണ്ട് രീതിക്ക് എഴുതാം. 7 7 8 8 9 9 10 10. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 10 വരെയുള്ള എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിക്കണം. അതാണ് വേണ്ടത്. 10 വരെ എങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യാം? മെയിൻ എക്സാമിന് എന്ത് ചെയ്യും? ഇതുപോലെ ചോദ്യം ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യണം? 10 വരെ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എണ്ണി പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കാം. ചിടിയ. എത്ര ചിടിയ ഉണ്ടെന്നാ ഈ പിക്ചറിൽ? ചിടിയ എന്താണ് നമുക്ക് അറിയാലോ? കിളികളാണ്. അപ്പൊ എത്ര കിളികളുണ്ട്? 1 2 3 4 5 6. അപ്പോൾ എഴുതിയിട്ടുണ്ടല്ലോ. ചഹ് എന്ന് എഴുതിയിട്ടുണ്ട്. കൃത്യമായിട്ട് ചഹ് എന്ന് നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ എന്താ? അത് ശരിയാണ്. പിന്നെ എന്താണ് അടുത്ത ചോദ്യം? ആം എന്താണ്? മാംഗോയാണ്. ആം എന്താണ്? മാംഗോയാണ്. മാംഗോ എത്ര നോക്കാം. 1 2 3 4 5 6 7. 7 ഉണ്ട്. അപ്പൊ എന്താ? അവിടെ നമ്മള് 7 എന്ന് എഴുതണം. 7 എന്താണ്? 7 എന്ന് എഴുതണം. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കിക്കേ. ബാക്കി എന്താ വെച്ചിട്ടുള്ളത്? മച്ചലിയാം എന്താണ്? മച്ചലിയ മീനുകളാണ്. അപ്പൊ മീനുകൾ എത്രയുണ്ട്? 1 2 3 4 5 6 7
ആട്ട് 8 എണ്ണം ഉള്ളത്. അപ്പൊ എന്താ 8 ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ 8 8 എണ്ണം ഉണ്ട്. പിന്നെന്താ ഉള്ളത് ഫൂൽ. ഫൂൽ എന്താ ഫ്ലവർ ആണ്. ഫ്ലവർ എത്ര എണ്ണം ഉണ്ട് 1 2 3 4 5 6 7 8 9 9 ഫ്ലവേഴ്സും ഉണ്ട്. അപ്പൊ നൗ ഫൂൽ ബി ഹെ. പിന്നെന്താ ലാസ്റ്റ് നോക്കിക്കേ തിത്ലിയാം. എന്താ ചിത്രശലഭങ്ങളാണ്. അപ്പൊ എന്താ 1 2 3 4 5 6 7 8 9 10 10 ഉണ്ട് അല്ലേ. അപ്പൊ എന്താ 10 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ 10 എന്ന് നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. അപ്പൊ എന്താ ഇങ്ങനെ എഴുതാൻ പറ്റണമെങ്കിൽ നമുക്ക് എന്തറിയണം ലെറ്റേഴ്സും അതിന്റെ കൂടെ എന്തറിയണം അതിന്റെ നമ്പർ എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യുക അതെങ്ങനെ എഴുതാന്നും കൂടി അറിയണം. അപ്പൊ നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്പേഴ്സ് കൃത്യമായിട്ട് പഠിക്കുക, പോയം നല്ല പോലെ തന്നെ പഠിച്ച് വായിച്ച് ഇരിക്കണം. ഓക്കെ, അങ്ങനെ വേണം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കുഞ്ഞു ക്ലാസ്. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.